അപ്പൊ ഇന്ന് ഫ്രണ്ട്സുകളായിട്ടൊക്കെ ഒന്ന് കുറച്ച് ഫുഡ് കഴിച്ചു. ക്യൂട്ട്നെസ് കുറച്ചധികമായി പോയില്ലേ? ക്യൂട്ട്നെസ് ഇടണവരല്ലേ ഇപ്പൊ എല്ലാരും നോക്കണേ. അപ്പൊ കുറച്ച് കൂടിയാലും പ്രശ്നമില്ല. ആദ്യം തന്നെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് കഴിച്ചു തീർക്കാം. അയ്യോ കൊതിയായിട്ട് വയ്യ, ഇവളെന്താ എനിക്ക് തരാത്തെ? മനഃപൂർവ്വം എന്നെ കൊതിപ്പിക്കാൻ. അടുത്ത സ്റ്റെപ്പ് ഇനി വീഡിയോക്ക് വേണ്ടി ഒന്ന് മെയിൻ ആവും. ഒരു ക്ലിപ്പ് നല്ലത് കിട്ടി, ഇനി ഒന്നും കൂടി ആവാം. അടച്ചോനെ, എനിക്ക് വേണ്ടേ ഒന്നിന് കാത്തുന്ന ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ചെറുതായിട്ടൊന്ന് ചമ്മീന്റെ പേരിലെ തൊട്ടടുത്തുള്ള ടാബിളുമ കയറിയിരുന്നു. സമ്പാദിരിക്കാനുള്ള വിചാരിച്ചിട്ടാണ് മൂപ്പരയിൽ കയറിയിരുന്നത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ല. സ്ഥിതിക്ക് പെട്ടെന്ന് അവിടെ മധുരം കഴിച്ചതുകൊണ്ട് എരിവ് കഴിക്കാൻ ഒരു പൂതി. ഇനി കുറച്ച് എരിവുള്ള ഐറ്റംസ് ആണ്. ഫോണ് പോക്കെന്തായാലും കുറച്ച് കുട്ടികളായിട്ട് കമ്പനി. എന്തായാലും കുട്ടികളെ ചോദ്യം കേട്ടി ഞങ്ങളൊക്കെ നിങ്ങളെ ഫോൺ ഐഫോൺ അല്ലേ, ഐഫോൺ ഏതാന്നൊക്കെ ചോദിക്കും. കാലം പോയി ഒരു പോക്ക്. എന്തായാലും കൂട്ടത്തിൽ സൈലന്റ് ഇയാളെ. എന്തായാലും കുറച്ചേരം സംസാരിച്ച് നേരെ നമ്മൾ ഫുഡ് കഴിക്കാം. ഇവിടെ എത്തിയപ്പോ എനിക്കൊരു കാര്യം തോന്നി. ആ ഡോറിന്റെ അടുത്ത് കാണാൻ ചെങ്ങൈനെ കാണാൻ കുറച്ച് വേടനെ പോലെ ഇല്ലേ? എന്തായാലും അങ്ങനെ കുറച്ചെങ്കിലും ഫീൽ ആയവരുണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഓർഡർ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ സംസാരം നമ്മുടെ ഭാവി കാര്യങ്ങളിലേക്ക് പോകും. എന്താന്ന് വെച്ചാൽ ഹംനയുടെ വെഡിങ്ങിന് എന്തായാലും ഹംന എങ്ങനെ ഇതിപ്പോ ഒന്നല്ല രണ്ടല്ല എത്ര പോരെ ഫോട്ടോസ് കാണിച്ചതെന്ന് അറിയോ? എന്തായാലും നമുക്ക് നോക്കാം. ഓളെ വെഡിങ് മധുരം കഴിച്ച് മപ്പ പിടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം ഫുഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എനർജി, അതിനുശേഷം പിന്നെ ഇങ്ങനെ അവസ്ഥ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ക്ഷീണം ഞാനടക്കം വേണ്ടാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. വേണ്ടാന്ന് വെച്ച് നീച്ചപ്പോ അവസാനം അവൾക്ക് കഴിക്കാം. കാരണം എന്താ, ഇത് ആലോചിച്ച് വീട്ടിൽ പോയ ഡിപ്രഷൻ വരും. അതുകൊണ്ട് എന്താ ഈ ഫുഡ് കംപ്ലീറ്റ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ പ്ലാനിങ് ഒക്കെ വലിയ പ്ലാനിങ് വയറിന് അങ്ങോട്ട് സെറ്റ് ആവും. ഓക്കെ ബൈ.